റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് 1.5 മാസമാണ് നൽകിയിരിക്കുന്നത്. അതായത് വരുന്ന ഒക്ടോബർ 31 മുന്നേ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ പിങ്ക് കാർഡുകൾ മസ്റ്ററിങ് ചെയ്തിരിക്കണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് മിനിസ്റ്റർ GR അനിലാണ്. സർ, അപ്പോൾ പല ഘട്ടങ്ങളിലും മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഇടപെടൽ നടത്തി ഇത് ഒരു സാവകാശം വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. മെയ് അവസാനമാണ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടത്. നമ്മൾ ഈ ഭക്ഷ്യവകുപ്പ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടായിരിക്കും ഇതിലൊരു വിമുഖത കാട്ടുന്നത്? പ്രധാനമായിട്ടും നമുക്ക് വിവിധ ഏജൻസികളിലൂടെ പ്രവർത്തിച്ചാണ് റേഷൻ വിതരണം നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയും ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം ഇതുപോലുള്ള വിവിധ തലങ്ങളിലൂടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി എത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 1,54,00,000 ആളുകൾ മസ്റ്ററിങ്ങിന് വിധേയമാകണം. അതിന് പറ്റുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയേ മതിയാവൂ എന്നുള്ള നിർബന്ധം വന്നപ്പോൾ സംസ്ഥാനത്തിന് അത് നിർവഹിച്ചേ പറ്റൂ. ഓണത്തിൻ്റെ ഈ സെപ്റ്റംബർ മാസം അരി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങേണ്ടുന്ന കാർഡുടമകൾ മഹാഭൂരിപക്ഷവും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി വരുന്ന 18 മുതൽ അതിൻ്റെ തിരക്ക് റേഷൻ കടകൾ കുറവാണ്, താരതമ്യേന കുറവാണ് സാധ്യത. ആ സമയത്ത് മസ്റ്ററിങ്ങിലേക്ക് പോയാൽ ഈ തിരക്ക് കാരണം ലോഡ് കൂടുതലാണ് എന്നതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തിലെ അർഹതയുള്ള മുൻഗണനാ കാർഡുകാരിൽ ഒരാളിനെ പോലും നിഷേധിക്കുന്ന ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റോ സിവിൽ സപ്ലൈസ് വകുപ്പോ തയ്യാറാകില്ല. എല്ലാവരെയും ഇതിൽ പങ്കാളികളാക്കാനുള്ള നടപടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ഓണം ഫെയറൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. പ്രധാനമായിട്ടും ചർച്ചയായത് സപ്ലൈകോയിൽ സാധനങ്ങൾ തിരിച്ചെത്തി. വിപുലമായിട്ട് തന്നെ എല്ലാ സപ്ലൈകോയിലും സാധനങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടി തിരികെ എത്തി. വലിയ കച്ചവടം നടന്നു. നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ തന്നെ 2-3 ദിവസം ആദ്യഘട്ടത്തിൽ തന്നെ 8 കോടിയുടെ ബിസിനസ്സൊക്കെ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്, ഈ സപ്ലൈകോ ഇത്തരത്തിൽ വലിയൊരു ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ അതിനേക്കാളും വിലക്കുറവിൽ കൺസ്യൂമർ ഫെഡ് സാധനങ്ങൾ വിറ്റു എന്നുള്ളതാണ് ഓണത്തിൽ. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മിനിസ്റ്റർ? ആ ഒരു വിലക്കയറ്റത്തിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. സപ്ലൈകോ വിൽക്കുന്നതിൽ നിന്നും വില കുറച്ച് കൺസ്യൂമർ ഫെഡ് വിൽക്കുമ്പോൾ ഈ ഓണം വിപണി എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു സപ്ലൈകോയുടെ ഒരു വിപണി എങ്ങനെയായിരുന്നു? ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും സപ്ലൈകോ മാർക്കറ്റ് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ തലേനാൾ, ഉത്രാടത്തിൻ്റെ തലേനാളിൽ ഞാൻ കണക്ക് നോക്കുമ്പോൾ 16 കോടിയുടെ വിൽപ്പനയാണ് സപ്ലൈകോയിൽ ഉണ്ടായിട്ടുള്ളത്. സപ്ലൈകോയും കൺസ്യൂമർ ഫെഡുമായി തമ്മിലൊരു മത്സരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടും ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. 2 നിലയിലെന്ന് മാത്രമേ ഉള്ളൂ. കൺസ്യൂമർ ഫെഡ് ഇത്തരത്തിൽ വില കുറയുമ്പോൾ, വില കുറച്ച് വിൽപ്പന നടത്തിയപ്പോൾ ഓണവിപണി എന്തായാലും ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? അല്ല, അതൊന്നും ഒരൈറ്റം സപ്ലൈകോയിലെ എല്ലാ ഉൽപ്പന്നം 200-ലധികം FMCG ഐറ്റംസിന് പോലും വിലക്കുറവുണ്ടായിരുന്നു, ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്ക് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ സപ്ലൈകോ നിലനിൽക്കാൻ വേണ്ടിയാണ് ചില ക്രമീകരണങ്ങൾ വരുന്നത്. നമുക്കിത് ഇപ്പോഴുള്ള ഈ തുടർച്ച ഇതുപോലെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുമോ? സപ്ലൈകോ മാനേജ്മെൻറ്റോ സപ്ലൈകോ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല ഈ പിറകോട്ടടി ഉണ്ടായത്. ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതിയിൽ വന്ന പ്രയാസങ്ങളാണ്, കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളാണ്. അത് ബാധിക്കാതിരിക്കാനാണ് ഗവൺമെൻറ് മുൻഗണനാ ക്രമത്തിൽ സപ്ലൈകോയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് വരുന്ന ഭാവിയിലും ഭാവി ദിവസങ്ങളിലും അത് ബാധിക്കാതെ ആദ്യ പരിഗണനയിൽപ്പെടുന്ന ഒരു കേന്ദ്രമെന്ന നിലയ്ക്ക് ഈ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ പ്രവർത്തനങ്ങൾ സപ്ലൈകോയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വിജയകരമാക്കുകയാണ് ഞങ്ങളെല്ലാ ഉദ്ദേശം. കേരളത്തിലെ 1,54,00,000 പേരാണ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ മസ്റ്ററിങ്ങിനായിട്ടുള്ളത്. അതിൽ തന്നെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ 45 ലക്ഷം കാർഡ് ഉടമകൾ ഇതിനോടകം മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും 3 ഘട്ടങ്ങളിലായിട്ട് ഈ മസ്റ്ററിങ് നടത്തുകയാണ്. ഒക്ടോബർ 8-നകം, മാക്സിമം പോയാൽ ഒരു ഒക്ടോബർ 10-നകം തന്നെ നമുക്ക് ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആശങ്ക വെക്കേണ്ട, പേടിക്കേണ്ട, വളരെ ധൈര്യത്തോടു തന്നെ ഇരിക്കുക. ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഭക്ഷ്യവകുപ്പും അതുപോലെ തന്നെ സർക്കാരും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. BD ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.